വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് റീഡിങ് ഓൺ ഫിലോസഫി ഓഫ് നോളജിലെ ദ ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന വർക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വർക്കിൽ ആദ്യം തന്നെ പറയുന്നുള്ള കാര്യം എന്നുള്ളത് ക്രിട്ടിക് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്, പാസീവ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആസ് എ പാസീവ് പ്രോസസ്സിനെ ക്രിട്ടിക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഈ ഒരു പാസീവ് പ്രോസസ്സ് എന്നുള്ളത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിലേക്ക് നോളജ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റുഡൻസിലേക്ക് നോളജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ ക്രിട്ടിക്കൽ തിങ്കിങ്, സ്റ്റുഡൻസിൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും സോഷ്യൽ ട്രാൻസ്ഫോർമേഷനാണ് തടസ്സപ്പെടുത്തുന്നുള്ളത് ഈ ഒരു നോളജ് ഡെപ്പോസിറ്റ് കാരണം. ഇവിടെ ഈ ഒരു റൈറ്റർ യൂസ് ചെയ്തിട്ടുള്ള മെറ്റഫർ എന്നുള്ളത് ബാങ്കിങ് എന്നുള്ളതാണ്. ആ ഒരു വേർഡാണ് മെറ്റഫറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാങ്കിങ് എന്നുള്ളത് ബാങ്കിങ് സിസ്റ്റം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ്. ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ എന്തായിരിക്കും, ടീച്ചേഴ്സ് ഡെപ്പോസിറ്റേഴ്സും സ്റ്റുഡൻസ് ഡെപ്പോസിറ്ററീസും ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനെ ബാങ്കിങ് എന്ന മെറ്റഫർ കൊണ്ട് യൂസ് ചെയ്യാൻ കാരണം. ക്രിട്ടിക്കൽ അനാലിസിസ് ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് എൻഗേജ്ഡ് ആവാതെ കുട്ടികൾ ഇൻഫോർമേഷൻ മെമ്മറി ചെയ്യുന്ന ഈ ഒരു പാസീവ്ലി റിസീവ് ആണ് സ്റ്റുഡൻസിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത്. ഈ ഒരു പാസീവ് പ്രോസസ്സ് എന്നുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് അവർക്ക് ഒരിക്കലും ക്രിട്ടിക്കലായിട്ടുള്ള അനലൈസോ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ്ങോ ഒന്നും ഉണ്ടായില്ല. പകരം അവർ എന്താണോ ടീച്ചർ പറയുന്നുള്ള കാര്യം, എന്താണോ ടീച്ചർ പകർന്നു കൊടുക്കുന്നുള്ള ആ ഒരു നോളജ് അത് അവർ മെമ്മറി ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനിലുള്ള കാര്യം എന്നുള്ളത്. ടീച്ചർ എന്നുള്ളത് ഈ ഒരു പാസീവ് പ്രോസസ്സിൽ ടീച്ചർ എന്നുള്ളത് എന്തായിരിക്കും, ടീച്ചർ എന്നുള്ളത് ഈ ഒരു നോളജിനെയും കരിക്കുലത്തിനെയും കൺട്രോൾ ചെയ്യുന്ന, നോളജ് ട്രാൻസ്മിഷനെയും കരിക്കുലത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റീവ് ആയിട്ടായിരിക്കും പൊസിഷനായിട്ടുള്ളത്. പക്ഷേ സ്റ്റുഡൻസ് ആണെങ്കിലോ സീൻ ആസ് എ എം ടി വെസൽസ് ടു ബി ഫില്ല് ചെയ്യാനിരിക്കുന്ന എം ടി വെസൽസ് പോലെയായിരിക്കും സ്റ്റുഡൻസ് കാണപ്പെടുന്നുള്ളത്. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനിൽ ഇരിക്കുന്നുള്ളത്. അദ്ദേഹം ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത് ഈ ഒരു ബാങ്കിങ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ, ഈ ഒരു എഡ്യൂക്കേഷനോടുള്ള ഈ ഒരു ബാങ്കിങ് അപ്രോച്ച് എന്നുള്ളത് ശാശ്വതമാക്കുന്നുള്ളത് ഒപ്രസീവ് പവർ സ്ട്രക്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ഡിഹ്യൂമനൈസ് ചെയ്യാണ് ബൈ ലിമിറ്റിംഗ് ദർ ഏജൻസി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ ഡിഹ്യൂമനൈസ് ചെയ്യാണ് ഈ ഒരു ബാങ്കിങ് എന്നുള്ള എഡ്യൂക്കേഷൻ അപ്രോച്ചിലൂടെ. ഇവിടെ ഈ ഒരു റൈറ്റർ വാദിക്കുന്നുള്ളത് പ്രോബ്ലം പോസിങ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ ടീച്ചറും സ്റ്റുഡൻസും എന്ത് ചെയ്യും, ഡയലോഗിൽ എൻഗേജ്ഡ് ആയിരിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ്ങും സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഫോസ്റ്ററിങ് ചെയ്യും, വളർത്തപ്പെടും. അതുപോലെ തന്നെ ഈ ഒരു റൈറ്ററിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ട്രഡീഷണൽ എഡ്യൂക്കേഷനെ ക്രിട്ടിക് ചെയ്യുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ. ഈ ഒരു ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നുള്ളത് റോട്ട് മെമ്മറൈസേഷനെയും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് നോളജിനെയാണ്, റാദർ ദാൻ എൻകറേജിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അദ്ദേഹം പറയുന്നുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ് എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എൻകറേജ് ചെയ്യണമെന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ഈ ഒരു റൈറ്റർ പറയുന്നുള്ള മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് ഓൾവേസ് എ വൺ വേ പ്രോസസ്സാണ്. എപ്പോഴും ടീച്ചേഴ്സ് മാത്രമായിരിക്കും നോളജ് പറഞ്ഞു കൊടുക്കുക, സ്റ്റുഡൻസ് അത് കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. ആ ഒരു വൺ വേ പ്രോസസ്സ് മാത്രമാണ് ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനിലുള്ളത്. പക്ഷേ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കുക, അപ്പോൾ നമുക്ക് എന്താവും, ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ് എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറേ തിങ്കിങ്സ് വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥ നോളജ് കിട്ടുന്നത് എന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. പ്രോബ്ലം പോസിങ് എഡ്യൂക്കേഷനിലൂടെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, അവരുടെ ഓൺ ലേണിംഗ് പ്രോസസ്സിലൂടെ അവരെന്ത് ചെയ്യും, ഒരുപാട് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമെന്നാണ് ഈ ഒരു റൈറ്റർ പറയുന്നുള്ളത്. സോ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ കണക്റ്റഡ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.